Hello everyone, welcome back to Hola World YouTube channel. ഇന്ന് നമ്മൾ ജർമ്മൻ സീരീസിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റ് ചെയ്യേണ്ട എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. ഇതിൽ ആദ്യത്തെ റിക്വയർമെൻ്റ് ആണ് അക്കാഡമിക് റിക്വയർമെൻറ്റ്. നിങ്ങൾ ബാച്ചിലേഴ്സ് നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം മീറ്റ് ചെയ്യേണ്ടത് 13 years ഓഫ് സ്കൂളിംഗ് എന്നുള്ളൊരു റിക്വയർമെൻ്റ് ആണ്. എന്താണ് ഈ 13 years ഓഫ് സ്കൂളിംഗ്? നമ്മൾ ഇന്ത്യൻസിന് പൊതുവെ 12 years സ്റ്റഡിയാണ് പരിചയമുള്ളത്. അതായത് +2 കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ബാച്ചിലേഴ്സിന് ജോയിൻ ചെയ്യുക. പക്ഷേ നമ്മൾ ഈ ജർമ്മൻസിന് 13 years ഓഫ് സ്കൂളിംഗ് കഴിഞ്ഞാൽ മാത്രമേ ബാച്ചിലേഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഫുൾഫിൽ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു സ്റ്റുഡൻറ്റ് കൊളീഗ് അഥവാ ഫൗണ്ടേഷൻ പ്രോഗ്രാം ജോയിൻ ചെയ്ത് ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാം. പക്ഷേ ഇതിലുള്ളൊരു മേജർ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസും ജർമ്മൻ ടോട്ട് പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്. സോ നമ്മൾ ജർമ്മൻ പഠിക്കേണ്ടി വരും. ഇതല്ലാതെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് എന്താണോ അവിടെ പോയി പഠിക്കാൻ താല്പര്യമുള്ളത് അത് റിലേറ്റ് ആയിട്ടുള്ളൊരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം ജോയിൻ ചെയ്യുക, 1 year കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യുക. ഇനി നിങ്ങൾ മാസ്റ്റേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ 3-4 വർഷത്തെ ബാച്ചിലേഴ്സ് പഠിച്ച ഒരാൾക്ക് ഡയറക്റ്റ് മാസ്റ്റേഴ്സ് പോസിബിൾ ആണ്. മിനിമം നമുക്കൊരു 60% മാർക്കാണ് വേണ്ടത്. അല്ല പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നതെങ്കിൽ ഒരു 2.5 GPA ആണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. ഇനി ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് നോക്കുന്ന ഒരാൾ നമ്മൾ പഠിച്ച ബാച്ചിലേഴ്സിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ BComോ BBO പഠിച്ച ഒരാൾക്ക് ഫിനാൻസ്, HR, MBA അങ്ങനെയുള്ള പല ഓപ്ഷൻസും ജർമ്മനിയിൽ അവൈലബിൾ ആണ്. ഇനി അല്ല എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, IT അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളുടെ രണ്ടാമത്തെ റിക്വയർമെൻ്റ് ആണ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്. നമുക്ക് ജർമ്മനിയിൽ ഇംഗ്ലീഷ് ടോട്ടും ജർമ്മൻ ടോട്ടും ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി ഇന്ത്യൻസ് എല്ലാം ചൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരുന്നത് IELTS ആണ്. IELTSൽ നമുക്ക് 6.5 എങ്കിലും മിനിമം റിക്വയർമെൻറ്റ് വേണം ഓവറോൾ. ഇനി അല്ല ജർമ്മൻ മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ജർമ്മൻ ടോട്ടോ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ B2 മുതൽ C1 വരെ റിക്വയർമെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ ടെസ്റ്റ്, DAF, ഗോയ്ത്ത് പോലുള്ള എക്സാംസ് ആണ് ജർമ്മൻ ലാംഗ്വേജിന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ മൂന്നാമത്തെ റിക്വയർമെൻ്റ് ആണ് APS അഥവാ അക്കാഡമിക് പ്രോസ്റ്റലെ. ഇത് നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ APS ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ബേസിക്കലി നമ്മളുടെ ഡോക്യുമെൻസിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മളുടെ നാലാമത്തെ റിക്വയർമെൻ്റ് ആണ് ഫിനാൻഷ്യൽ പ്രൂഫ്. ജർമ്മനിയിലേക്ക് നോക്കുന്ന ഒരു കുട്ടി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇത് പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് അതായത് 11,904 euros നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതിന് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് അഥവാ സ്പെർകോണ്ടോ. ഇത് കൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പോ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡോ ഉണ്ട് എന്നാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ജർമ്മനിയിൽ ഒരു സ്പോൺസർ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്യാം എന്നുള്ളൊരു പ്രൂഫ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ അഞ്ചാമത്തെ റിക്വയർമെൻ്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ ജർമ്മനിയിലേക്ക് നോക്കുന്ന എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് പബ്ലിക് പ്രൊവൈഡേഴ്സും 30-ന് മുകളിലുള്ളവർക്ക് പ്രൈവറ്റ് പ്രൊവൈഡേഴ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ഒപ്പം തന്നെ ബണ്ടിലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മളുടെ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ജർമ്മനിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നാണെങ്കിൽ നമ്മളുടെ ഹോല വേൾഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇനി അല്ല നിങ്ങൾക്കൊരു 1-on-1 സെഷൻ്റെ ആവശ്യമുണ്ടെന്നാണെങ്കിൽ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. നമ്മളുടെ കൗൺസിലേഴ്സ് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് മീ ആൽറിയ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.